Good morning. This is Kalak and Recharge on Club FM 99.6. Kalak and Recharge is brought to you by Joy Alucas, world's favorite jeweler. സ്നേഹം തൻവീറുമാണ് നമ്മളോടൊപ്പം ഇപ്പൊ വേറൊരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ജോയിൻ ചെയ്യാണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ഇപ്പോൾ ഒരു ഇഷ്ടമാണ്, ഒരു ആഗ്രഹമാണ് ഫോട്ടോഗ്രാഫി എന്നുള്ളത് അല്ലേ. നമ്മുടെയൊക്കെ കയ്യിൽ നല്ല ഫോൺ ക്യാമറാസ് ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ മുതൽ നമ്മളും ചെറിയ രീതിയിൽ ശ്രമിക്കുമെങ്കിലും ഇത് ഒരുപാട് തലങ്ങളിൽ എത്തി നിൽക്കുന്ന ഒരു സംഭവം കൂടിയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മളിങ്ങനെ ഓരോ ഗസ്റ്റുകൾ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ എടുത്തു തുടങ്ങി. നമ്മളൊരു പുതിയൊരു സീരീസ് കലക് ആൻഡ് റീചാർജിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മൈ ക്ലിക്ക് മൈ സ്റ്റോറീസ് എന്ന പേരിലാണ് ഈ ഒരു സീരീസ്. അപ്പോൾ ഓരോ ക്ലിക്കിന് പിന്നിലൊരു കഥയുണ്ടെന്ന് പറഞ്ഞ പോലെ ക്ലിക്കുകളുടെ കഥ പറയാനാണ് ഒരാൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫറാണ്. അനീഷ് കരിങ്ങാട്ടിലാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് അനീഷ്. അനീഷിന്റെ ഒരു ഫോട്ടോഗ്രാഫിയിൽ ഒരു കൗതുകമുള്ള ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ കൗതുകമായിട്ട് തോന്നിയത് മാക്രോ ഫോട്ടോഗ്രാഫിയിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളതാണ്. എന്താണ് ഇത്ര മാക്രോ ആയിട്ട് നിരീക്ഷിക്കാനുള്ള ഒരു കാരണം? അതും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒക്കെ മാക്രോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയൊരു റിസ്ക് ആണുള്ളത് അല്ലെ. അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ എന്താണ് ഈ മാക്രോ ഫോട്ടോഗ്രാഫി, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ, അതിൽ നിന്ന് കിട്ടുന്ന പിക്ചേഴ്സിന്റെ പ്രത്യേകതകൾ എന്നൊക്കെ നമുക്കൊന്ന് പറയാം അല്ലെ. മാക്രോ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ, മാക്രോ എന്ന് പറയുന്നത് വളരെ ടൈനി സബ്ജക്റ്റ് ആയിരിക്കും കൂടുതലും വരുന്നത്. അതിനെ നമ്മൾ അതിന്റെ റിയൽ സൈസിൽ 1:1 നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിന് ഒരു രീതിയിലാണ് മാക്രോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതിൽ എല്ലാവിധ ചെറിയ ചെറിയ ആൾക്കാർ ആരും നോക്കാത്ത ശ്രദ്ധിക്കൊണ്ട് പോകുന്ന ജീവജാലങ്ങളൊക്കെ വരും. അതിന്റെ ഒരു ബ്യൂട്ടി എല്ലാത്തിനും നല്ല ബ്യൂട്ടി ഉള്ളതാണ്. പലർക്കും അതിന് ഇഷ്ടപ്പെടില്ല. പക്ഷെ അതിന്റെ ഒരു റിയൽ സൈസിൽ അതിന്റെ ഒരു ബ്യൂട്ടി കാണുമ്പോൾ പലർക്കും അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിൽ കൂടുതലായിട്ട് നല്ല നല്ല ഫോട്ടോസ് കിട്ടുന്നതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അത് ഇപ്പം നമ്മളിപ്പോ ഓൺ എയർ ആണ്, നമ്മൾ റേഡിയോയിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫോട്ടോസ് കാണിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. പക്ഷെ ഇപ്പം ഇദ്ദേഹത്തിന്റെ ഫോട്ടോസ് നമ്മൾ ചിലത് കണ്ടു. ഈ മാക്രോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും നല്ല ഹൈലൈറ്റ്സ് നമ്മൾ അതിൽ കണ്ടു. അതായത് ഇപ്പം കൂടുതലും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആണുള്ളത്. അപ്പൊ ചെറിയ ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആണ് ഒരു ബട്ടർഫ്ലൈനെ പിടിക്കുന്ന ഒരു ഫോട്ടോ. അപ്പൊ ആ ബട്ടർഫ്ലൈയുടെ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ഇങ്ങനെ എയറിൽ ഇങ്ങനെ നിൽക്കുന്ന, അതെനിക്ക് തോന്നുന്നു മാക്രോയിലേക്ക് കിട്ടുമായിരിക്കുള്ളൂ അല്ലേ. മാക്രോയിലും കിട്ടും, അത് വലിയ ലെൻസിലുണ്ട്. പക്ഷേ നമ്മൾ മാക്രോ ലെൻസിൽ എടുക്കുന്ന മാക്രോ ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 105-ന്റെ മാക്രോ ലെൻസ് ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന ക്വാളിറ്റി വേറെ ലെൻസിൽ കിട്ടില്ല മാക്രോ സബ്ജക്റ്റിന്. ആ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് അവാർഡ്സും ഒരുപാട് തലങ്ങളിൽ എത്തിയൊരു ഫോട്ടോ ആണ്. ആ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു 4 ബട്ടർഫ്ലൈ ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ബട്ടർഫ്ലൈ പറന്നുപോയി, എന്റെ ബാക്ക് സൈഡിലേക്കാണ് പറന്നുപോയത്. പക്ഷെ ഞാൻ ഈ ഫോട്ടോ അടുത്ത 3 ബട്ടർഫ്ലൈ ഇരിക്കുന്ന ഒരു ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കല്. നമ്മള് ചെറിയൊരു സൗണ്ട് ഉണ്ടാവുമല്ലോ, നമ്മള് ബട്ടർഫ്ലൈനൊക്കെ പിടിക്കുമ്പോൾ ചിറകടിക്കുന്നത്. അത് എടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരു മാൻഡീസ് ഈ ബട്ടർഫ്ലൈനെ പിടിച്ചിട്ടുള്ളൂ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൺലൈറ്റിൽ ഇരിക്കുന്നതാണ്. ഓപ്പോസിറ്റ് പെട്ടെന്ന് തന്നെ ഞാൻ എടുത്ത് ക്യാമറ തിരിച്ചു വെച്ച് സെറ്റിംഗ്സ് മാറ്റി പെട്ടെന്ന് അടിച്ചെടുത്ത ഫോട്ടോസ് ആണ്. അതിൽ പിടിക്കുമ്പോൾ ആ ബട്ടർഫ്ലൈയുടെ മേത്തുള്ള പൊടികൾ ഇങ്ങനെ പറന്നു പോകണം. കാറ്റ് ഓപ്പോസിറ്റ് ലൈറ്റ് ആയ കാരണം അതിങ്ങനെ തിളങ്ങണതും അതിന്റെ കളറും ഇതൊക്കെയാണ്. ബ്യൂട്ടിഫുൾ ഒരു ഫോട്ടോ ആണ്. മാൻഡീസ് ഈ ബട്ടർഫ്ലൈനെ പിടിക്കും. മാൻഡീസ് ഒരു ഇതിന് പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ലൈറ്റ്നിങ് സ്പീഡിലായിരിക്കും അതിന്റെ ക്യാച്ച്. പെട്ടെന്ന് എടുക്കൽ അത്ര വലിയ അതായാലും വലിയ ചലഞ്ചാണ്. ആ ഫോട്ടോക്ക് കുറെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, കുറെ അവാർഡ്സ്. എന്തൊക്കെയാണ് കുറച്ചൊന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യയിൽ തന്നെ ഇത് ചെയ്തതിൽ ഫോട്ടോമോസിന്റെ ഒരു ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ടായിരുന്നു, വേൾഡ് വൈഡ് ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു ഫോട്ടോയ്ക്ക്. പിന്നെ അതേപോലെ പല കൺട്രീസിലും ഡിഫറെന്റ് കൺട്രീസിലും പല അവാർഡ്സും മെഡൽസും ഒക്കെ ആയിട്ട് ഗോൾഡ് മെഡൽസും സിൽവറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഏതാ ഫേവറേറ്റ് ക്യാമറ? ഏതാ ക്യാമറ? ഞാൻ പണ്ട് മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിക്കോൺ തന്നെയാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് നിക്കോൺ D850-ലാണ്. 850 ആണ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഈ ക്യാമറ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉറപ്പായിട്ടും ഫോട്ടോഗ്രാഫിയിൽ അല്ലേ. മാക്രോയില് മെഗാ പിക്സൽ കൂടുതലുള്ള ക്യാമറ ആണ് കൂടുതൽ ബെറ്റർ. പക്ഷെ ഹൈ എൻഡ് എനിക്ക് പോണേക്കാളും നല്ലത് നമ്മളെപ്പോഴും ഒരു ക്യാമറ ആയാലും എന്തായാലും മേടിക്കുമ്പോൾ അതിന്റെ മാക്സിമം നമുക്ക് ആവശ്യമുണ്ടോ നോക്കിയതിന് ശേഷമാണ്. നമുക്കിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ഇപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഫോട്ടോഗ്രാഫി തുടങ്ങുകയാണ്. അപ്പോഴേക്കും ഹൈ എൻഡ് ക്യാമറാസ് മേടിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ അയാൾ ഒരു മാസം മാക്സിമം ഒക്കെ പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ ഇൻട്രസ്റ്റ് താന്ന് വരും. അപ്പൊ ഈ ഹൈ എൻഡ് പ്രൈസ് അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അവിടെ കിടക്കും. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറിയ ഗാഡ്ജറ്റിൽ തുടങ്ങി നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് ഗാഡ്ജറ്റുകളും ആക്സസറീസും മേടിക്കുന്നതാണ് ബെറ്റർ എന്ന് ഞാൻ പറയുന്നു. ഇപ്പൊ താങ്കളുടെ ഓരോ ഫോട്ടോ കണ്ടാലും എന്താ ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ എടുക്കുന്ന പോലെയാണ്. പക്ഷെ താങ്കളുടെ പ്രൊഫഷൻ നോക്കുകയാണെങ്കിൽ ഇന്റീരിയർ
ഡിസൈനറാണ്, അതിലൊരു കലയുണ്ട്. അപ്പൊ എങ്ങനെയാ ഇതിലേക്ക് വരുന്ന ഒരു ജേണി ഫോട്ടോഗ്രാഫിയിലേക്ക്? ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2008 സ്വന്തമായിട്ട് ഒരു DSLR ക്യാമറ മേടിച്ചത്. അത് നിക്കോൺ D40 ആണ് ഫസ്റ്റ് ക്യാമറ ഞാൻ മേടിച്ചത്, സ്വന്തമായിട്ട് മേടിച്ചത്. ഞാനും എൻ്റെ കസിൻസും ഒക്കെ ആയിരുന്നു, കസിൻസുകൾ ഒപ്പം മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും ഒരു കൂൾ പിക്സ് ആണ്. ഞാനപ്പോൾ ഒന്ന് ഡിഫറെന്റ് ആയിട്ടൊന്ന് ചിന്തിച്ചത്. അതെന്ന് വെച്ചാൽ നാട്ടിൽ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്തിരുന്നു ഇത്. അപ്പോൾ അതിന്റെ ക്വാളിറ്റി ഫോട്ടോസ് ഞാൻ കണ്ടിരുന്നു. അന്ന് തൊട്ടുള്ള ഡ്രീമാണ് ഒരു DSLR മേടിക്കുക എന്നുള്ളത്. ഒരു ബേസിക് ഒരു DSLR മേടിച്ചു, അതിൽ നിന്ന് പഠിച്ചതാണ് കംപ്ലീറ്റ്. അന്ന് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇതുപോലെ പോയി പഠിക്കലും അതേപോലെ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് പഠിക്കലൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. നമ്മൾ ആ ക്യാമറ എന്താണ്, നമ്മുടെ കയ്യിലുള്ള ഗാഡ്ജറ്റ് എന്താണ്, അതിൽ മാക്സിമം എവിടം വരെ പോവാം, ലോ എവിടം വരെ പോവാം എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ എടുത്തുകൊണ്ടിരുന്നതൊക്കെ ബേസിക് ലെൻസിൽ തന്നെയായിരുന്നു. പിന്നീടാണ് ഞാൻ അത് ചേഞ്ച് ചെയ്തിട്ട് അന്ന് വൈൽഡ് ലൈഫൊക്കെ കൂടുതൽ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു സൂം ലെൻസായിട്ട് മേടിച്ചൊരു 300 ലെൻസ് വിത്ത് മാക്രോ ഉള്ള ഒരു ലെൻസാണ് ഞാൻ ഫസ്റ്റ് മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് പിന്നെ ഇങ്ങനെ പോയാണ് പിന്നെ 2008 മേടിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ 2019 ഷട്ടർ വർക്ക്സ് ക്രിയേറ്റീവ് ഫോറത്തിൽ ഞാൻ ജോയിൻ ചെയ്തു. മുഹമ്മദ് അർഫൻ സാറാണ്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ശരിക്കും ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ വലിയൊരു റിസ്ക് എലിമെന്റ് ഇല്ലേ? അതായത് പലപ്പോഴും എന്താ പറയാ, വളരെ അടുത്ത് പോയിട്ടൊക്കെ ആയിരിക്കും പല ഫോട്ടോസും എടുക്കേണ്ടി വരിക. നമ്മൾ പേടിച്ച് തിരിഞ്ഞോടുന്ന തരം ജീവികളുടെ അടുത്തേക്ക് നിങ്ങൾ അടുത്തടുത്ത് ഓടിപ്പോയിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കും. അപ്പോൾ അതിന്റെ റിസ്ക് എലിമെന്റ് എത്രത്തോളം ആണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ചാലഞ്ചസ് ഒക്കെ എത്രത്തോളമാണ്? അത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു സബ്ജക്റ്റിനെ പഠിച്ചിട്ട് പോകുന്നതും പഠിക്കാണ്ട് പോകുന്നതും രണ്ടാണ്. ഇപ്പൊ ഞാനിപ്പോ ഇതുപോലെ ഹെർപ്പിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലിപ്പോ നമ്മൾ ഈ പാമ്പുകളുടെ അടുത്ത് പോകുന്നതിന് ഈ പാമ്പുകളുടെ ഒരു നേച്ചർ സംഭവം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഇതൊന്നും അറിയാത്ത ആൾക്കാർ അതിനെ പോയിട്ട് പ്രൊവോക്ക് ചെയ്ത് അപകടങ്ങൾ വരുത്തും. എന്നുവെച്ചാൽ ഒരു പാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ സോസ്കേൽ വൈപ്പറോ അതല്ലെങ്കിൽ ഹോൺ വൈപ്പേഴ്സ്, ഇതിനൊക്കെ ആൾക്കാർ വളരെ ക്ലോസപ്പ് ആയിട്ട് പോവും. പല ആൾക്കാർക്കും ഇതിന്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് അറിയില്ല. ഈ ഒരു പാമ്പിന്റെ സൈസിന്റെ രണ്ട് സൈഡില് 2 ഇരട്ടി സൈസിൽ ചാടാം, ജമ്പ് ചെയ്യാം. പിന്നെ ഈ വൈപ്പേഴ്സിന് വേറെ പ്രത്യേകം 360 ഡിഗ്രിയിൽ അത് അറ്റാക്ക് ചെയ്യാം എനി ടൈം. വിത്തിൻ 1 സെക്കൻഡ് 2 സെക്കൻഡിനുള്ളിൽ അതിന്റെ ആ ഒരു ടാർഗറ്റ് അത് അച്ചീവ് ചെയ്യും. അപ്പൊ ഇതൊന്നും പല ആൾക്കാരും ഇതൊന്നും നോക്കാതെയാണ് ഈ ഹെർപ്പിങ്ങിന് തന്നെ ഇറങ്ങുന്നത്. പാമ്പുകൾ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ പോലും നമുക്ക് പ്രശ്നമാണ്. ഇതിന്റെ ഒരു ചിലപ്പോ കണ്ണ് മാത്രമേ പുറത്തുണ്ടാവുള്ളൂ, ഫുൾ ബോഡി ഡെസർട്ടിന്റെ അകത്തായിരിക്കും. ഇപ്പൊ അത് വിചാരിക്കും അതിന്റെ ഒരു ഇരയാണോ, അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്താൽ മാത്രം ചില സമയത്ത് ചിലത് അഗ്രസീവ് ആയിരിക്കും. നമ്മൾ അടുത്ത് കൂടെ പോകുമ്പോഴേക്കും അത് അറ്റാക്ക് ചെയ്തോണ്ടിരിക്കും. അതിങ്ങനെ ചാടി ഇങ്ങനെ അടിക്കും. അപ്പൊ ആ ഒരു റിസ്ക് എലമെന്റ്സ് ഒന്നും പല ആൾക്കാരും ചിന്തിക്കാതെയാണ് ഈ ഒരു ഇതിലേക്ക് പോകുന്നത്. അല്ല, ഇപ്പൊ ഇതിനെ കുറിച്ച് അറിഞ്ഞാലും പേടി എന്ന് പറയുന്ന ഒരു സംഭവം പേടി നമ്മളെ പതുക്കെ പോയിക്കോളും നമ്മളതിനെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ അല്ലാത്തവർക്ക് എന്നും പേടി തന്നെയായിരിക്കും. ഞാനിപ്പോ ഈ മാക്രോ ഫോട്ടോഗ്രാഫിയുടെ ഇത് തുടങ്ങിയപ്പോ ഫോട്ടോഗ്രാഫി ഈ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പല ആൾക്കാരും എന്നോട് പറഞ്ഞിരുന്നു. എൻ്റെ ഈ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആദ്യം എനിക്ക് അനീഷ് കാര്യങ്ങാട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം ഐഡിയ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിൽ കൂടുതലും പിന്നെ എനിക്ക് മാക്രോനോട് കുറച്ച് ഇഷ്ടം കൂടുതലോടുണ്ട്. ഞാൻ അതിൽ ഫോട്ടോ എടുത്തിട്ട് പല ആൾക്കാരോട് ചോദിച്ചു, എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഫോട്ടോസ് ഒന്നും ഇല്ലേ? ഞാനും ചിന്തിച്ചു ഇത് മാത്രം ഞാൻ ഇതിലിടുന്നത്. അപ്പൊ ഞാനിപ്പോ മാക്രോ ആദ്യം മാറ്റി, പിന്നെ അത് കഴിഞ്ഞ് പോർട്രേറ്റ്സ് വേറെ മാറ്റി. അപ്പൊ മാക്രോ മാറ്റി കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ ആൾക്കാരെല്ലാരും എന്നെ ആദ്യം വെറുത്തെന്ന് പറഞ്ഞെല്ലാവരും ഇപ്പൊ ക്ലോസ് ആയി. അവർക്ക് ഓരോരോ ഫോട്ടോ പുതിയ കാണാൻ ഇഷ്ടമായി. അവരും പലരും എന്നോട് ഇങ്ങനെ വിളിച്ചു പറയും, നാട്ടിൽ നിന്നൊക്കെ വിളിച്ചു പറയും, ഞാൻ ഇന്ന സാധനത്തിന് ഇവിടെ കണ്ടു, ഇന്ന സാധനത്തിന് ഇവിടെ കണ്ടു. അതാണ് പിന്നെ ഇപ്പൊ പല ആൾക്കാർക്കും ഇതിന്റെ ഐഡി ഏതാണെന്ന് കറക്റ്റ് അറിയണം. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഐഡി ഒന്ന് പറയാലോ, ഇപ്പം കേട്ടോണ്ടിരിക്കുന്നവർക്ക് താങ്കളുടെ ഫോട്ടോഗ്രാഫി ഒക്കെ കാണാനായിട്ടൊരു അവസരം. ഞാൻ മാക്രോം ഹെർപ്പിംഗും ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം ഐഡി AK_macro_world. ഓക്കെ, അപ്പൊ ആ ഒരു ഇൻസ്റ്റാ ഹാൻഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ ഫോട്ടോസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ടെക്നോളജിയിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ പറയാ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആർട്സിനെയാണ് വലിയ രീതിയിൽ ബാധിക്കുക, പലതും റീപ്ലേസ് ചെയ്യപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഫോട്ടോ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മളൊന്ന് അടിച്ചു കൊടുത്താൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയത്ത് ഫോട്ടോഗ്രാഫിയിൽ അതിനെ സാധ്യതകളാണ് ഉണ്ടാക്കുന്നത്, ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്? അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ
ആ ഒരു ഫീൽഡിൽ പോയിട്ട് നമ്മൾ അതിന് ആ ഫോട്ടോ എടുത്തൊരു ഫീല് നമുക്ക് എന്തായാലും എയ്ഡ് കിട്ടൂല. പക്ഷെ എയ്ഡ് റിസൾട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ കാണുമ്പോൾ അറിയാം അത് നമുക്ക് ഉണ്ടാക്കിയതാണ്. ജനറേറ്റർ ആണ്. പക്ഷെ നമ്മൾ ആ ഒരു എന്താ പറയാ ഒരു റിയൽ സാറ്റിസ്ഫാക്ഷൻ ഏതൊരു ഫോട്ടോഗ്രാഫറിനും കിട്ടൂല. നമുക്ക് ഒരിടത്തും പോകാണ്ട് ഒരു വെറുതെ ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് ഫോട്ടോഷോപ്പിൽ അതിലിരുന്ന് ചെയ്യാം, ഒരു കമന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് റീപ്ലേസും എല്ലാതായിട്ട് വരും. അതങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടേതായ ഫാഷനിൽ മുന്നോട്ട് പോകുന്നു. അത്രേ ഉള്ളൂ. ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടോ ഫോട്ടോഗ്രാഫിക്ക്? അങ്ങനെയൊന്നുമില്ല, നമുക്കെല്ലായിടും ഒരുപോലെ തന്നെയാണ്. എന്നാലും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ഉണ്ട്. അപ്പം കുറെ പേരൊക്കെ മസായിമാരൊക്കെ പറയണ കേൾക്കാറുണ്ട് അവിടെ നല്ല മൊമെന്റ്സ് ഒക്കെ കിട്ടാറുണ്ട് എന്നൊക്കെ. മസായിമാർ എന്നൊരു ഡ്രീം തന്നെയാണ്. ആണോ? ഒരു വർഷം പോണം. പോയിട്ടില്ല അല്ലേ? പോയിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ റാൻഡംലി ഇങ്ങനെ വീക്കിലി ഇങ്ങനെ പോയി. ഇപ്പോൾ പറഞ്ഞ പോലെ ഷട്ടർ ബഗ് ആ ഒരു ടീമിനെ ഞാൻ മുമ്പ് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ പോലെ ടീമായിട്ട് ഇങ്ങനെ എല്ലാ വീക്കിലും പോകുന്ന ഒരു ഗ്രൂപ്പാണ്. ഇപ്പം അത്തരത്തിൽ അതിൻ്റെയൊക്കെ ഭാഗമാണോ? ഒരു ഞാൻ ഗ്രൂപ്പായിട്ടും പോകാറുണ്ട്. ഞാൻ ഇപ്പോൾ കൂടുതൽ ഇൻഡിവിജ്വൽ ആയിട്ടാണ് പോകാറ്. പല യാത്രകൾ അല്ലെ? പല യാത്രകളിലല്ല, ഇവിടെ യുഎയിൽ തന്നെ പലയിടത്തും ഞാനിപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് പോയിട്ട് എടുക്കാറുണ്ട്. ഡേ ആയാലും നൈറ്റ് ആയാലും. വീക്കെൻഡ് ഹോളിഡേയ്സ് ഇതായിരിക്കും മെയിൻ പ്രയോറിറ്റി വരാം. വൈൽഡ് ലൈഫ് തന്നെയാണ് മെയിൻലി. വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ടോ? ഞാൻ എല്ലാതും ഉണ്ട്. പോർട്രേറ്റ്സ്, ഫോട്ടോസ് ഒക്കെ ഉണ്ട്, ഷൂട്ട്സ് ഉണ്ട്, അത് വേറെ ഉണ്ട്. പിന്നെ ലാൻഡ്സ്കേപ്പ് ഉണ്ട്, ആർക്കിടെക്ചറൽ ആയിട്ടുള്ളത് അങ്ങനെയുണ്ട്. ഇപ്പം ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി. അതില് താല്പര്യമുണ്ടോ? സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ പിന്നെ ഇപ്പൊ ഇവിടുത്തെ കുറച്ച് ലോങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഞാനത് പിന്നെ അതിന്റെ വലിയ റെസ്ട്രിക്ഷൻ കൂടുതലാണ്. അതുകൊണ്ട് പല ആൾക്കാരെന്നോട് പറയണ്ടേ നിനക്ക് ഇത് ചെയ്തൂടെ. ഞാൻ പറഞ്ഞു ഇത് ചെയ്യുന്നോട് കുഴപ്പമുണ്ടായില്ല, എന്റെ പിന്നീട് കൂടെ വരുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പിന്നെ അടക്കേണ്ടി വന്നു. ഈ ഗാഡ്ജറ്റ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്ക് മാക്രോയിൽ നോക്കുമ്പോൾ കൂടുതൽ മെഗാ പിക്സലിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ ഗാഡ്ജറ്റ് ഇപ്പൊ കൂടുതൽ പൈസ കൊടുത്ത് മേടിച്ച് അതിന്റെ ഉപയോഗം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് കാര്യമില്ലല്ലോ. നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, പൈസ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ മെഗാ പിക്സൽസ് ഉള്ള ക്യാമറാസ് ആണ് നമുക്ക് ബെസ്റ്റ് ഫോർ മാക്രോ. അതിൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് അത് നോക്കിയിട്ട് വാങ്ങിക്കാം. ചില സമയത്ത് നമുക്ക് കുറച്ച് ക്രോപ്പ് ചെയ്യേണ്ടി വരും. ഞാനിപ്പോ എടുക്കുന്നതിന്റെ മാക്സിമം ഇപ്പൊ 5 ചിലത് ഞാൻ ക്രോപ്പ് ചെയ്യാറില്ല. ഓൺ സൈറ്റ് തന്നെ നമ്മൾ ആ ഒരു കറക്റ്റ് ഫ്രെയിം, നമ്മളുടെ മനസ്സിലുള്ള ഫ്രെയിം നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ചെയ്ത് അവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ക്രോപ്പ് ചെയ്യുമ്പോൾ ആ ഫോട്ടോന്റെ ക്വാളിറ്റി കുറയും. അപ്പൊ അതിലും ബെറ്റർ നമുക്ക് അങ്ങനെ തന്നെ പിന്നെ വന്നിരുന്നിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്യാനിരിക്കുന്ന ടൈം കളയണം. ഇതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് കറക്റ്റ് നമ്മൾ ഓൺ സൈറ്റിൽ നമുക്ക് എന്തോ കിട്ടണം അത് നമുക്ക് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ, കളർ അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ കൂടുതൽ ചെയ്യേണ്ടി വരുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് തിരിച്ച് വരുമ്പോഴേക്കും ഫോട്ടോന്റെ ക്വാളിറ്റി പകുതി പോയിട്ടുണ്ടാവും. അപ്പോൾ മെഗാ പിക്സൽ കൂടുതലുള്ളതും അതേപോലെ നമ്മൾ ഓൺ സൈറ്റ് നമ്മൾ എങ്ങനെയാണോ എന്നുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും ഫോട്ടോന്റെ ക്വാളിറ്റി കൂടി വരാം. ഇപ്പം താങ്കൾ എനിക്ക് തോന്നുന്നു 2008 മുതലാണ് ഫോട്ടോഗ്രാഫി കരിയർ സ്റ്റാർട്ട് ചെയ്തിരിക്കണേ അല്ലേ? അപ്പം ഒരുപാട് വർഷങ്ങളായി, ഓൾമോസ്റ്റ് 16 ഇയേഴ്സ് ആവുന്നു. അപ്പം ഇപ്പം ബിഗിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഫോട്ടോഗ്രാഫിയിൽ. അപ്പം അവരുടെ അടുത്ത് എന്തൊക്കെ അഡ്വൈസസ് ആണ് കൊടുക്കാനുള്ളത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്? ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹൈ എൻഡ് ഗാഡ്ജറ്റ്സുകൾ മേടിക്കാതിരിക്കുക. ഒരു നോർമൽ മേടിച്ചിട്ട്, പക്ഷെ ഒരുവിധം എല്ലാവരും ചെയ്യുന്ന ഒരു പ്രശ്നം അതാണ്. എല്ലാവരും ചെയ്യുന്ന പ്രശ്നം ഇതാണ്. ഹൈ എൻഡ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു മാസമൊക്കെ മാക്സിമം പോകും. അത് കഴിയുമ്പോൾ ഈ ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും. പിന്നെ ഈ ഇൻവെസ്റ്റ് ചെയ്ത ഗാഡ്ജറ്റുകളൊക്കെ അവിടെ ഭാഗത്തിട്ട് പൊടി പിടിച്ചിരിക്കും. പിന്നെ അത് ഉപയോഗിക്കില്ല. അപ്പൊ അതിൽ നല്ലത് നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയൊരു ഗാഡ്ജറ്റും ചെറിയൊരു ലെൻസും വെച്ചിട്ട് നമ്മൾ ഒരു 6 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, കുറഞ്ഞത് ഒരു 6 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കാറ്റഗറിയിലേക്കാണ് പോകേണ്ടതെന്ന് അപ്പൊ നമുക്ക് തീരുമാനിക്കാം. അതിനനുസരിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മളിപ്പോ ഒരു പോർട്രേറ്റ് എടുക്കുന്ന ഒരാൾക്ക് ആദ്യം തന്നെ 500 600 ലെൻസ് മേടിച്ചിട്ട് പിന്നീട് അത് ഉപകാരം ഉണ്ടാവില്ല. അതിന് ആ ഒരു പൈസ എന്ന് പറഞ്ഞാൽ അത് വേസ്റ്റ് ആയി. പിന്നെ ഇവൻ നോക്കണം അടുത്ത ലെൻസ്. ഈ പോർട്രേറ്റിന് വേണ്ട ലെൻസ് സെപ്പറേറ്റ് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ മാക്രോ ആയാലും മാക്രോയ്ക്ക് വേണ്ട ലെൻസ് സെപ്പറേറ്റ് നോക്കണം. ഈ മാക്രോയ്ക്ക് 500 600 ആവശ്യമില്ല. അപ്പൊ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നഷ്ടമാണ് ആൾക്ക്. അതിന്റെ ആവശ്യം നോക്കിയിട്ട് ചെയ്യാം. എന്നാലും റിസ്ക് ഒക്കെ എടുക്കുക. കൂടുതൽ അടിപൊളി ഗംഭീര ഫോട്ടോസ് നമുക്ക് സമ്മാനിക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതില്ലേ. താങ്ക് യു ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇനി